So that girl, I'm gonna slaughter it. So hello guys, welcome back to my channel. So നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പാർക്കോറാണ്. നമ്മുടെ മൈനോർസിൻ്റെ പാർക്കോർ ആൻഡ് എന്നോട് നിൽക്കൊണ്ട് അടിക്കരുത്, ഞാൻ അടിക്കരുത് പറഞ്ഞാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹൈപ്പയറിന് ഒരു പോയിന്റ് ഇട്ടിരിക്കുകയാണ് ഗൈസ്. സോ എനിക്കിതിൽ 2 പോയിന്റ് ഇട്ടിരിക്കുകയാണ്. ഹൈപ്പയറിന് ഒരു പോയിന്റാണ്, നമ്മളവിടെ വെച്ച് കിട്ടിയ ഒരു പോയിന്റ്. എനിക്ക് 2 പോയിന്റ്സ് ഇട്ടിരിക്കുകയാണ്. നോക്കാം വന്നു കഴിഞ്ഞിട്ട് എന്താവുന്നു. ഇനി അങ്ങോട്ട് കിടപ്പുണ്ട്, കുറേ കിടപ്പുണ്ട്. ഹൈപ്പയർ വീണോണ്ടേ ഇരിക്കുകയാണ് ഗേസ്. നിങ്ങൾ പോകുന്ന വഴിക്ക് റീസ്പോൺ മാക്സിമം സെറ്റ് ചെയ്ത് തന്നെയാണ് പോകാൻ ശ്രമിക്കുന്നത്. പോട്ടെ പിന്നെയും വീണു. ഇനി ഞാൻ വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾ നോക്കി ഇതുകൊണ്ട് ചാറ്റ് വരുന്നുണ്ടോന്ന്. ഇവിടെ ഞാൻ റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ കോപ്പറിന്റെ സെക്ഷനിലോട്ട് കയറി നിങ്ങൾ കോപ്പർ കോളത്തിന്റെ അപ്ഡേറ്റ് ഒക്കെ ട്രൈ ചെയ്തത്. ഞാൻ ട്രൈ ചെയ്യണം. കോപ്പർ ഗോളം, കോപ്പറിൻ്റെ ഹാർമർ, അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ അപ്ഡേറ്റ്സ് തന്നെ ട്രൈ ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഒരു ചാനലിൽ കമൻറ്റ് ചെയ്യും. നമ്മുടെ ഹൈപ്പയറിന് എവിടെ ആണ്? ഞാൻ കുറച്ച് ഷോർട്സ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈപ്പയറിൻ്റെ കുറച്ച് പിക്സ് ഒക്കെ അവൻ പറഞ്ഞിട്ടല്ല. ഓക്കെ 1 2 3. ഓക്കെ അവൻ തൊട്ട് ബാക്കിലുണ്ട്.
അപ്പോൾ ഇത് റീപ്ലേ മോഡ് ഇല്ല കേട്ടോ, അതിന് എടുക്കാൻ മറന്നു എന്നാണ് തോന്നുന്നത്. ഇത്രയും നേരത്തെ റീപ്ലേ മോഡ് എന്തായാലും ഇല്ല, ഇനിയുള്ള റീപ്ലേ മോഡ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ഓ നോ. ഓക്കെ അവസ്റ്റ് ഞാൻ വീണു. ഞാൻ പോയത് തോന്നുന്നുണ്ട് ഈ കളി ഹൈപ്പേറിന് എടുക്കും, എനിക്ക് ഉറപ്പാണ്. ഈ കളി 11 തന്നെ എടുക്കും. ഒന്നോ ഹൈപ്പറിന് എടുത്തില്ല കേസ്. ഓക്കെ, അങ്ങനെ എനിക്ക് പിന്നെയും പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ടോട്ടൽ 10 റൗണ്ട്സ് നമ്മൾ നോക്കുന്നുള്ളൂ. കാര്യം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ബ്ലോക്കും വെച്ച് കുറേ ടൈപ്പ് ഉണ്ട്, അങ്ങ് വണ്ടൊക്കെ വരും. അപ്പം നമ്മൾ അത്രയൊന്നും ചെയ്യുന്നില്ല, പിന്നെയും ചെയ്യണം. അപ്പം ഇവിടെ എല്ലാം ചെയ്യുന്നില്ല, കുറച്ച് ചെയ്യുന്നുള്ളൂ, 10 എണ്ണം. അപ്പം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഞാൻ ഹൈപ്പേറിയനോടും കൂടെ ചോദിച്ചിട്ട് ഹൈപ്പേറിനെ കൂടെ കൊടുക്കാൻ പറ്റുമായിരിക്കും. ഞാൻ ഇവിടെയും കൊടുത്തേക്കാം, ഞാൻ സ്ക്രീനിൽ വേണമെങ്കിൽ ചിലപ്പോൾ കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവരോട് കൂടെ ചോദിച്ചിട്ട് അവൻ്റെ ഇൻസ്റ്റയും കൊടുക്കാം. ആൻഡ് നിങ്ങൾ യൂട്യൂബിലൊക്കെ തരുന്ന സപ്പോർട്ട് ഇച്ചിരി കുറവാണ്. ആൻഡ് വീഡിയോ കാണുന്ന പകുതി ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഓ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും മിക്കവാറും. 3. ഓ നോ ഗൈസ്, ഹൈപ്പറിൻ്റെ തൊട്ട് ബാക്കിലുണ്ട്. ഞാനൊന്ന് വീണ് കഴിഞ്ഞാൽ ഹൈപ്പറും കയറും. ആ സ്കീമിലാണ് ഗൈസ്. സോ ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഹൈപ്പറിനും ഞാനും ഒരുമിച്ചാണ് ചാടിയത്. ഞാൻ അതിൻ്റെ റീപ്ലേ മോഡ് വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇപ്പോൾ വെക്കാം, പിന്നെ പറയുന്നതിൻ്റെ കൂടെ. ചിലപ്പോൾ എൻ്റെ കിട്ടിക്കാണത്തില്ല, മിക്കവാറും റീപ്ലേ മോഡ് കറക്റ്റായി പോകാനാണ് ചാൻസ്. അപ്പം എന്താ സംഭവം സത്യം പറഞ്ഞാൽ പറ്റിയെന്ന് വെച്ചാൽ ഇവനും ഞാനും ഒരുമിച്ചാണ് വന്നത്. ഇവൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് അവനെ ആ പോയിൻ്റ് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഈക്വലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനും ഓക്കെ പറഞ്ഞു. അപ്പം അതാണ് നമുക്ക് 2 പേർക്കും ഒരേപോലെ പോയിൻ്റ് കൂടിയത്. അപ്പം നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ, നിങ്ങൾ ബാക്കി കാണുക. ഹൈപ്പർ ഞാൻ നേരത്തെ ചാടിയല്ലോ ആദ്യമേ, നേരത്തെ. അപ്പം ഹൈപ്പറും പറയാം ഹൈപ്പറിന് പോയിന്റ് വേണമെന്നൊക്കെ കൊടുത്തില്ല. സാറില്ല, എന്നാലും നമ്മൾ എന്താ പറയുക കൊടുത്തില്ല, ഈക്വലായിട്ട് എടുത്തു. കാര്യം 2 പേരും ഒരുമിച്ചാണ് ചാടിയത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ റീപ്ലേ മോഡ് റെക്കോർഡ് കണ്ടു. കാര്യം ഞാൻ അവിടെ മുതൽ റീപ്ലേ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, അതിന് തൊട്ട് മുമ്പ്. പിന്നെ നമ്മുടെ ഈ ഫുട്ടേജ് ഉണ്ടല്ലോ, 4/6. ഓക്കെ 1 2. ഞാൻ 3 പറഞ്ഞില്ല ബ്രോ. 3. ശരാ പിന്നെ എടുത്തു കേട്ടോ. ഇതെന്താണ് കംപ്ലീറ്റ് കൺഫ്യൂഷൻ മയമാണല്ലോ. കൺഫ്യൂസിങ് ആണ്. ഹൈപ്പേറും വീണ് ലാസ്റ്റ് വരെ എത്തി, പക്ഷെ ഇനി ഹൈപ്പേറിൻ്റെ പോയി. Yes, 7/4. Come on.
അതെന്തോന്ന് സ്ലൈമൊക്കെ ഇത് ഹൈപ്പേറിയൻ തൂക്കും, എനിക്ക് ഉറപ്പാണ്. എന്താണ് അവൻ അവിടെ എത്തി? അവൻ അവിടെ എത്തി കേട്ടോ സമയം കൊണ്ട്. റിട്ടേൺ പറയാൻ അടുത്ത് ഇവിടെ നിനക്ക് പോയിന്റ് തരാം. ഞാൻ പിന്നെയും വേണം, ഞാൻ എത്തുന്നതേ ഉള്ളൂ. 157 എത്തി. ഞാനവിടെ എത്തിക്കഴിഞ്ഞിട്ടാ കാണാം. ഇനിയിപ്പോ ഞാൻ അവിടെ എത്തിയിട്ടാ കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്തത് മടുത്ത്. IPRനാണ് റെസ്റ്റ് എങ്കിലും ഉണ്ടായിരുന്നു സാറ്. എനിക്കാണെങ്കിൽ നോ റെസ്റ്റ്. ഓ വീണോ? വീണില്ലേ? അവൻ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടാണ് മിക്കവാറും എൻ്റെ സെയിം പോയിന്റ് ആവും IPRന് ഇപ്പം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അയ്യോ അവിടെ അവിടെ വെച്ച് വീഴണേ. വീണില്ല, അവന് പോയിന്റ് കിട്ടി. നോ വേ. അവന് 6 ആയെന്ന് തോന്നുന്നു. ഓ നോ, 6-7 ക്ലോസ്. പോയി. ഹൈപ്പറിയൻ സ്കിൽ. ഓക്കെ, എൻട്ര അടിച്ച് അപ്പം പോകണം. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇതെന്താണ്? എനിക്ക് എന്തോ പോലെ കണ്ടിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഫസ്റ്റ് റീസ്പോൺ. യെസ്, ഫസ്റ്റ് റീസ്പോൺ വരെ ഓക്കെയാണ്. ഫസ്റ്റ് റീസ്പോണിൽ വീണാലും കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് റീസ്പോണിൽ വീണിട്ടുണ്ട്. ദേവി യെസ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിണ്ടായിരുന്നു കളിച്ച വിജയം. നമ്മൾ മോശമാണ്. ഇനി അടിക്കുന്നതാണ്. ഇവന്റെ ബാക്കിലാണ് എനിക്ക് എത്താനും പറ്റത്തില്ല ചില സമയം. ഇവനെ എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് അടിക്കാൻ പറ്റാത്തത്. ഹിറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. അവന് 7-8 ആണ്. ഞാൻ പറഞ്ഞില്ല 7-8. ഞാൻ എന്തായാലും എൻ്റെ മറ്റേ നമ്മൾ സ്കോറൊക്കെ എഴുതി കാണിക്കുന്ന ട്രാൻസാക്ഷൻ മാറ്റണമെന്നുണ്ട്. പക്ഷെ അത് നല്ല രസമുണ്ടോ, എനിക്ക് മാറ്റം തോന്നുന്നില്ല. 2-3 ഞാൻ പതുക്കെ ഇടത്തുള്ളൂ. ഇന്നത്തെ മാച്ച് ഞാൻ ജയിച്ചിരിക്കുകയാണ്.
ബൈ ബൈ.